ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ORR. അപ്പോൾ കുറേയായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനി ചെറിയൊരു സ്റ്റഡി വ്ളോഗൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ എല്ലാവർക്കും എക്സാം ആണല്ലോ. പക്ഷേ എൻ്റെ എക്സാമൊക്കെ ഫെബ്രുവരി ആകുമ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, റിസൾട്ടും വന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ സ്റ്റഡി വ്ളോഗായിട്ട് വലുതായിട്ട് എടുക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല, അതായത് പഠിക്കാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. പക്ഷേ എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് മോട്ടിവേഷൻ തരുന്ന ഒരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പഠിക്കാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേരെങ്കിലും അത് മോട്ടിവേറ്റ് ചെയ്തിട്ട് പഠിക്കാനൊക്കെ തുടങ്ങും. പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിക്കാനിരിക്കുക. അതല്ലാതെ പറഞ്ഞാൽ വിശന്നിട്ട് പഠിക്കാനിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായാലും തലയിലൊന്നും കയറാനൊന്നും പോകില്ല. അപ്പം ഞാനിവിടെ മോർണിംഗത്തെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. പക്ഷേ കുറച്ച് പേർക്കൊക്കെ രാവിലെ നേരത്തെ എണീച്ച് പഠിക്കാനായിരിക്കും ഇഷ്ടം. ഒരു ടീയോ കോഫിയോ ഒക്കെ കുടിച്ച് ആ ഒരു കാമൻ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ ഇരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം. അതല്ലാതെ കുറേ പേർക്കൊക്കെ രാത്രി ഇരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം. ഫോർ മീ, എനിക്ക് രാത്രി ഇരുന്ന് പഠിക്കാനാണ് ഏറ്റവും ഇഷ്ടം. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം. എനിക്ക് രാത്രി എത്ര മണിവരെയാണെങ്കിലും ഇരുന്ന് പഠിക്കാനൊക്കെ ഓക്കെയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് ഫുള്ളി പഠിക്കും എന്നല്ല, കുറച്ച് പഠിക്കും, കുറച്ച് ബ്രേക്ക് എടുക്കും, അങ്ങനെ. പക്ഷെ മോർണിംഗ് എണീച്ച് പഠിക്കാൻ പറയുന്നൊന്നും എന്നെ കൊണ്ട് ഡൈജസ്റ്റ് ആവുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം രാത്രി ഇരുന്ന് പഠിക്കാനായിരിക്കും നോക്കുക. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും പഠിക്കാനൊക്കെ തോന്നുന്നുണ്ടാവുക. അതായത് രാവിലെ നേരത്തെ എണീച്ച് പഠിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, രാത്രി മൊത്തം ഇരുന്ന് പഠിച്ച് രാവിലെ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഉച്ച നേരത്തെ ഇരുന്ന് പഠിക്കുന്നവരും ഉണ്ടാവും. അങ്ങനെ മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഉച്ച നേരമായപ്പോൾ ഒരു ടാങ്ക് എല്ലാം കലക്കിയിട്ട് കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാനുണ്ട്. അപ്പോൾ അതെല്ലാം എഴുതാനിരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ചൂടിനൊക്കെ എത്ര തണുത്ത വെള്ളം കുടിച്ചാലും മതിയാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പാലക്കാട് നല്ല ചൂടാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും നല്ലോണം വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. പിന്നെ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡെസ്കൊക്കെ ക്ലീൻ ആൻഡ് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേറ്റ് തന്നെ ആവും. ഇപ്പോൾ മെസ്സായി കിടക്കണ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു മൂഡേ പോവും. അതുകൊണ്ട് മാക്സിമം ഓർഗനൈസ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കാൻ നോക്കുക. പിന്നെ ഇങ്ങനെ മാത്സ്, ഫിസിക്സ് പോലത്തെ ഇങ്ങനെ വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം പഠിക്കാൻ നോക്കുക. അതാണ് സമയത്ത് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരും. ആ ഉറക്കം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ എഴുതി പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉറക്കം പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അതല്ലാന്ന് പറഞ്ഞാൽ ഉച്ച നേരത്തൊക്കെ തിയറി സബ്ജക്റ്റൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞാൽ എന്തായാലും ഉറക്കം വരും. അപ്പോൾ കൂടുതലും ഇങ്ങനെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് വരുന്ന സബ്ജക്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ. തിയറി അല്ലാതെ കുറേ ഇങ്ങനെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉച്ച സമയത്ത് നോക്കാൻ ശ്രമിക്കുക. പഠിക്കുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട സംഭവമാണ് ബ്രേക്ക്. അതായത് ഫുള്ളി ബ്രേക്ക് എടുക്കാനല്ല പറയുന്നത്. 30 മിനിറ്റ്സ് ഒക്കെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് ഒക്കെ ബ്രേക്ക് എടുക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇരുന്ന് പഠിച്ചാൽ നമുക്ക് തന്നെ മതിയാവില്ല. അതായത് എത്ര തന്നെ പഠിക്കണം എന്നൊക്കെ ഫീലൊക്കെ വരും. അപ്പോൾ ഇടയിൽ കുറച്ച് ബ്രേക്ക് എടുക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെന്താ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനത്തെ സബ്ജക്റ്റുകളിലൊക്കെ കുറേ ഫോർമുലാസ് ഒക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ ഫോർമുലാസ് ഒക്കെ പെട്ടെന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റിൽ എല്ലാ ഫോർമുലാസും ഇങ്ങനെ എഴുതിയെടുക്കാം. അതാവണ സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് ആ ഒരു ഫോർമുല ഷീറ്റ് മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാനൊന്ന് ശ്രമിക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം, എക്സാം സമയത്ത് ബ്രേക്ക് ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ബ്രേക്ക് കുറച്ച് നേരം എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ എടുക്കും. എന്നിട്ട് എന്താ, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് സ്ക്രോൾ ചെയ്യാനൊക്കെ വിചാരിക്കും. പക്ഷെ ഫോൺ നോക്കി അരമണിക്കൂറിൽ അതിൽ തന്നെ ഇരിക്കും. അപ്പോൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ കുറച്ച് എക്സാം സമയത്തൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാം. എന്തിനാ, നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് തന്നെയല്ലേ നല്ല റിസൾട്ട് കിട്ടുക. നമുക്ക് എക്സാം അതിന് കുറേയൊക്കെ ഫോണൊക്കെ നോക്കാമല്ലോ. അപ്പോൾ ആ ഒരു മാസമൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് യൂസ് ചെയ്യാണ്ട് കുറച്ച് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയായിരിക്കും നല്ല റിസൾട്ട് കിട്ടുക. കാരണം നമ്മളിപ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് റിസൾട്ടൊക്കെ വരുമ്പോൾ കുറച്ച് ഹാപ്പിനെസ് ഒക്കെ കിട്ടണമെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യണ്ടേ. അപ്പോൾ എക്സാം സമയത്തൊക്കെ ഇൻസ്റ്റാഗ്രാം കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, അത് നല്ല കാര്യമാണ്. കാരണം എക്സാം സമയത്താണ് നമ്മൾ കുറച്ചെങ്കിലും പഠിക്കുക. അപ്പോൾ ആ ഒരു സമയം കുറച്ച് എഫക്റ്റീവ് ആയിട്ട് നല്ല രീതിക്ക് പഠിച്ച് റിസൾട്ട് മേടിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കാണ് നല്ലത്? നമുക്ക് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഫോൺ എപ്പോൾ വേണമെങ്കിൽ നോക്കാം. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ട് നല്ല രീതിക്ക് പഠിക്കാനൊക്കെ ശ്രമിക്കുക. ഇനി അടുത്ത ചോദ്യം ഇതായിരിക്കും, ഇനി ബ്രേക്ക് സമയത്ത് ഫോൺ നോക്കാല്ലാണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നൊക്കെ. ആ സമയത്ത് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. ആ സമയത്ത് കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി നമ്മുടെ പ്രകൃതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിരിക്കാം. പിന്നെ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്തിരിക്കാം. പാരൻസിൻ്റെ അടുത്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരെ കുറേ പേരുണ്ടാവും. അവരൊക്കെ ഓരോ ചെറിയ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുക. അങ്ങനെ കുറച്ച് ബ്രേക്ക് ടൈമൊക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞില്ല എന്ന് വെച്ചാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കുക. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരുന്നൊക്കെ അറിയാൻ പറ്റും. അതായത് ഏതൊക്കെ ടൈപ്പിൽ, ഏതൊക്കെ മെത്തേഡിൽ, എങ്ങനെയൊക്കെ വളഞ്ഞും തെറ്റിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാൽ എന്തായാലും പാസ്സാവും. ഒരു ലാസ്റ്റ് 3 ഇയേഴ്സ് 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എന്തായാലും ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും ടെൻഷൻ അടിക്കാതെ പഠിക്കുക. അയ്യോ നാളെ എക്സാം ആണ്, പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാതിരിക്കുക. പഠിച്ചത് പോയി എഴുതുക. അതാണ് നമ്മുടെ മാക്സിമം നമ്മൾ പഠിക്കുക, എന്നിട്ട് അത് പോയി എഴുതുക. അങ്ങനെ എക്സാമിന് പഠിക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രം പോരല്ലോ, എക്സാം എഴുതുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ മെയിൻലി
ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയണ കാര്യമാണ്. അതായത് നമ്മൾ എക്സാം പേപ്പർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. അതായത് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് തന്നെ നല്ല വൃത്തിയുണ്ടല്ലോ, ഈ കുട്ടി നന്നായി പഠിച്ചിട്ടുണ്ട് എന്നൊരു ഇംപ്രഷൻ ടീച്ചറിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതുകൊണ്ട് നമുക്ക് ആൻസർ അറിയോ ഇല്ലയോ, നമുക്ക് എന്താണോ അറിയണത് അത് നല്ല നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഞാനൊക്കെ എക്സാം സമയത്ത് കുറച്ച് നീറ്റായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കും ബ്ലൂ പെന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഹെഡിങ് ഒക്കെ ബ്ലാക്ക് പെന്നിൽ എഴുതും, ഉള്ളിലത്തെ തിയറി ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ബ്ലൂ പെന്നിലാണ് എഴുതുക. ഇങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് കുറച്ച് ടീച്ചേഴ്സിനൊക്കെ ഇംപ്രഷൻ ഉണ്ടാവും. കറക്റ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടി കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നും. പിന്നെ മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ടൈം മാനേജ്മെന്റ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ നല്ല വൃത്തിക്കൊക്കെ എഴുതണം എന്നൊക്കെ. അപ്പൊ ഇങ്ങനെ വൃത്തിക്കൊക്കെ എഴുതി വരുന്ന സമയത്ത് അവസാനം എത്തുന്ന സമയത്ത് നമുക്ക് സമയം കിട്ടില്ല. ആ ഒരു സമയത്താണെങ്കിൽ നമ്മൾ റഷിലാണെങ്കിൽ വേഗം കറബറാന്നൊക്കെ എഴുതി പോകും. അതാണെങ്കിൽ ഒന്നും മനസ്സിലാവൂല. അപ്പൊ അതിന് എന്താ സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് തന്നെ നല്ല വൃത്തിക്ക് എഴുതുന്നതോടൊപ്പം തന്നെ നല്ല കുറച്ച് സ്പീഡിലൊക്കെ എഴുതാൻ ശ്രമിക്കുക. അതാണ് സമയത്ത് നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ സമയം കിട്ടും. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എഴുതാൻ തുടങ്ങാണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 5 മിനിറ്റ് വൃത്തിയായിട്ട് വായിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ടിങ് തന്നെ ഫുള്ളി വായിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഓരോ ആൻസേഴ്സ് വരും. അതായത് നമുക്ക് ഇങ്ങനെ രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യാം, ഇങ്ങനത്തെ തിയറിയൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയാം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അതല്ലാതെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ആൻസർ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് എഴുതും എന്നൊക്കെ ഒരു തോട്ടായിരിക്കും. അതല്ലാതെ സ്റ്റാർട്ടിങ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ രീതിയിലൊക്കെ ആൻസർ ചെയ്യാന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ പറയുന്നത്. അപ്പം അത്രയുള്ള എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും കുറച്ചെങ്കിലും ഫോളോ അപ്പ് ചെയ്ത് പോകാൻ നോക്കുക. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോവുക. അല്ലാതെ ഞാൻ ഫുള്ളി ഫോളോ ചെയ്ത് പോകാനൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ നല്ലത് തോന്നിയത് അത് ചൂസ് ചെയ്തിട്ട് പോയാൽ മാത്രം മതി. ഉപദേശിക്കാനൊന്നും ഞാൻ വരുന്നില്ല. പിന്നെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു മണി ബസ് കുറച്ച് പേർക്കെങ്കിലും കണ്ടു പരിചയം ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഗീവയുടെ ഫസ്റ്റ് പ്രൈസ് വിന്നറിനെ കൊടുക്കാൻ പോണത്. ഗീവവേ ഇതുവരെ എന്തൊന്നും ആയിട്ടില്ല. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. ഒന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ പേരൊന്ന് താഴെ മെൻഷൻ ചെയ്താൽ മാത്രം മതി. അത്രയേ ഉള്ളൂ റൂൾസ് ഒക്കെ. അപ്പോൾ വേഗം തന്നെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് എക്സാം നടക്കുന്നതുകൊണ്ട് ഞാൻ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്ക് മാത്രമല്ല പ്രൈസ് കൊടുക്കുന്നത്, വേറെ 2 പേർക്കും കൂടെ എക്സ്ട്രാ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഇന്ന് ആമസോണിൽ നിന്ന് ഒരു ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ ഓർഡർ ചെയ്ത സംഭവം തന്നെയാണ്. റൂമിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവമാണ് ഇത് OnePlusന്റെ അനിമി തീമിലുള്ള ക്യാരക്ടേഴ്സിനെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വാൾ ഡെക്കറിനോട് നമുക്ക് ടിഷ്യൂ ടേപ്പും കൂടെ അവർ തന്നിട്ടുണ്ട്. അതാണ് സമയത്ത് നമുക്ക് വേഗം ഒട്ടിക്കാനും എല്ലാം ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. 150 റുപ്പീസിനൊക്കെ ഇത് എന്തായാലും വേർത്താണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ ഞാൻ കമ്മ്യൂണിറ്റി ബസ്സിൽ എന്തായാലും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ എക്സാമിന് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഞാൻ മനസ്സുകൊണ്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എക്സാം നല്ല രീതിക്ക് എഴുതാൻ പറ്റട്ടെ. എന്തായാലും എക്സാമൊക്കെ തുടങ്ങിയിട്ട് 1 വീക്കൊക്കെ കഴിഞ്ഞു എന്നറിയാം. എന്നാലും സാരമില്ല, ഇനിയുള്ള എക്സാമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് എഴുതാൻ പറ്റട്ടെ, നല്ല റിസൾട്ടൊക്കെ കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഒന്നും കൂടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.